വിനു ഒരു നല്ല പ്രാസംഗികനായിരുന്നു. അവൾ അത് ഓർത്തു. സ്ത്രീധന സമ്പ്രദായം നിർത്തലാക്കാൻ ഒരാൾ വിചാരിച്ചാൽ നിർത്തലാക്കാൻ സാധിക്കില്ല. നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാർ ദൃഢപ്രതിജ്ഞയെടുക്കണം. അത് പ്രാവർത്തികമാക്കുന്നതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അയാളുടെ വാക്കുകൾ എല്ലാവർക്കും പ്രിയതരമായി. പ്രേമിച്ചു നടന്ന കുട്ടിയായിരുന്നില്ല അമ്മയുടെ മകൾ തുകിന. വിനു തൻ്റെ പ്രസംഗം പ്രാവർത്തികമാക്കാൻ തിരഞ്ഞെടുത്ത ഒരു കുട്ടിയായിരുന്നു അവൾ. ധാരാളം പെൺകുട്ടികളുള്ള കോളേജിൽ അവളോട് ഒരു പ്രത്യേകത ഉണ്ടെന്ന് ഡിയറസ്റ്റ് ഫ്രണ്ട് വിനീഷയിൽ നിന്നും അറിഞ്ഞപ്പോൾ ആദ്യമൊക്കെ യോജിപ്പ് തോന്നിയില്ല. എന്നാൽ കൂടെ ജോലി ചെയ്യുന്നവർ ആത്മാർത്ഥത കൊണ്ടല്ലേ അനുജത്തിയെ ഹംസമാക്കുന്നത് എന്നറിഞ്ഞപ്പോൾ അവന് ആത്മാർത്ഥതയുണ്ടെന്ന് അവൾക്ക് തോന്നി. വാശി എന്തിന്? വെറുതെ ചിന്തിച്ചു. അച്ഛൻ്റെ പ്രശ്നങ്ങൾ ഓർത്തില്ല. അമ്മ ജീവൻ കളയും ഒരുങ്ങുമെന്ന് അറിഞ്ഞില്ല. വിനുവിന് കുഴപ്പമില്ല. അവനൊരു ആണാണ്. ഞാനോ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോള്. എനിക്ക് ഒരു സമ്പ്രദായവും നിർത്തലാക്കണ്ട. ഞാനില്ല ഇനി വിഷമങ്ങൾ ഉണ്ടാക്കാൻ. അമ്മ ഉറങ്ങും വരെ അമ്മയുടെ അരികത്തിരുന്ന് ചിന്തിച്ചു. അവളും ഉറങ്ങിപ്പോയി. കഴിക്കേണ്ട മരുന്ന് കൊടുക്കാൻ വൈകി. ഒരു ഗ്ലാസ് വെള്ളവും എടുത്ത് അമ്മയെ തട്ടി വിളിച്ചു. അമ്മ ഞെട്ടലോടെ ഉണർന്നു. മകളുടെ ശ്രദ്ധ കണ്ട അമ്മ പറഞ്ഞു, ഞാൻ രോഗിയല്ല. അതെ അതെ, അമ്മ ഉറങ്ങിക്കോ. അവൾ അമ്മയുടെ അടുത്തിരുന്നു. വിനുവിന് ഒരു നീണ്ട മെസ്സേജ് വിവരങ്ങൾ അറിയിച്ചു. ഈ അവസരത്തിൽ എനിക്ക് കഴിയില്ല. ഒന്നിനും ഞാനില്ല. എനിക്ക് ഉത്തരവാദിത്വം മറന്ന് ജീവിക്കാൻ കഴിയില്ല. ഇനി ആരെയും ഒളിച്ച് ഒരു കാര്യത്തിനും എന്നെ പ്രതീക്ഷിക്കേണ്ട. നാളത്തെ പ്രോഗ്രാം ക്യാൻസൽ. സ്നേഹമോടെ തുകിന.